Yes, guys. So we are moving to question number 13. ഇതൊരു ത്രീ ഡയമെൻഷണൽ ജോമെട്രിയിലല്ല, ത്രീ ഡയമെൻഷണൽ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചോദ്യമാണ്. L1 is equal to R1 plus R is equal to R1 plus lambda m. വെക്ടർ ഫോമിലാണ് സ്ട്രെയിറ്റ് ലൈൻ അവിടെ തന്നിട്ടുള്ളത്. ഇതാണ് ആ ലൈൻ പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ്. ഇതാണ് ആ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ. R is equal to R1 plus lambda m ആണല്ലോ. രണ്ടാമത്തെ ലൈനും അങ്ങനെ തന്നെയാണ്, വെക്ടർ ഫോമിലാണ്. R is equal to R1 plus mu. ആ എമ്മിനകത്ത് ഒരു കോൺസ്റ്റന്റ് മിസ്സിംഗ് ആണ്. അവിടുത്തെ DRS ഡയറക്ഷൻ റേഷ്യോസിലെ A3 ആണ്, B1 ആണ്, C വാല്യൂ അൺനോൺ വാല്യൂ ആണ്, P ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കണം. L3 എന്ന് പറയുന്ന ഒരു ലൈൻ കൂടെ തന്നിട്ടുണ്ട്. അതിന്റെ R1 കാണാനില്ല, അപ്പോൾ അത് ഒറിജിനിലൂടെയാണ് പാസ് ചെയ്യുന്നത്, പാസിംഗ് ത്രൂ ഒറിജിൻ. അതിന്റെ DRS LMN ഡയറക്ഷൻ കൊസൈൻസ് DCS ആണെന്ന് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഒരു P എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ L, M, N ഇത് മൂന്നും കണ്ടുപിടിക്കണം. അങ്ങനെ 4 കോൺസ്റ്റൻസ് ആണ് മൊത്തം നമുക്ക് കിട്ടേണ്ടത്. അതിന് എന്തൊക്കെയാണ് ഹിന്റ് തന്നേക്കുന്നത് നോക്കാം. B3 line such that L1 is perpendicular to L2. Okay, L1 L2 perpendicular ആണ്. അതായത് ഈ M1 ഉം ഈ കാണുന്ന M2 കൂടെ ഡോട്ട് ചെയ്താൽ M1 dot M2 must be equal to 0. When two vectors are perpendicular, their dot product will be 0. അപ്പോൾ M1 dot M2 equal to 0 ൽ നിന്ന് നമുക്ക് P ന്റെ വാല്യൂ കിട്ടും. ആ P ന്റെ വാല്യൂ നമുക്ക് ഇവിടെ തിരിച്ചു കൊടുത്താൽ സെക്കൻഡ് ലൈനിൽ പിന്നെ അൺനോൺസ് ഒന്നുമില്ല, അത് കംപ്ലീറ്റ്ലി ഒരു നോൺ സ്ട്രേറ്റ് ലൈൻ ആയി മാറി. പിന്നെ എന്താ പറയുന്നത്, L3 is perpendicular to both L1 and L2. ഓഹ് വണ്ടർഫുൾ. L1 നും L2 നും ഒരുമിച്ച് പെർപെൻഡിക്കുലർ ആണ്. L1 നും L2 നും ഒരുമിച്ച് പെർപെൻഡിക്കുലർ ആവുന്ന വെക്ടർ കിട്ടാൻ L1 ഉം L2 കൂടി ക്രോസ് ചെയ്താൽ മതി. സോ M3 എന്ന് പറയുന്ന വെക്ടർ, ആദ്യത്തെ കാര്യം M1 ഡോട്ട് M2 ഈക്വൽ ടു 0. അവിടുന്ന് P കിട്ടും, തിരിച്ചു കൊടുക്കും. പിന്നെ നമുക്ക് M3 ഈ വെക്ടർ വേണം. ഈ Li പ്ലസ് Nj പ്ലസ് Nk ആണ് നമ്മൾ M3. ദാറ്റ് M3 ഈസ് ഈക്വൽ ടു M1 ക്രോസ് M2. അതൊരു ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ക്രോസ് ചെയ്തെടുക്കാം. തുടങ്ങാം. ആദ്യം M1 dot M2 equal to 0. M1 M2 കൂടി ഡോട്ട് ചെയ്താൽ 3 minus 1 plus 2P equal to 0, അഥവാ P equal to minus 1 അല്ലേ, 2S അങ്ങോട്ട് എടുക്കും. -2 ഡിവൈഡ് ചെയ്യുമ്പോൾ -1. അപ്പോൾ നമ്മുടെ M3 എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് I, J, K. M1 1 minus 1 2, M2 3 1 minus 1. രണ്ടും കൂടി ഈസി ആയിട്ട് നമുക്ക് ക്രോസ് ചെയ്യാം. സോ I ഇൻറ്റു ക്രോസ് ചെയ്താൽ 1 minus 2 is -1 minus J ഇൻറ്റു we are removing first one second column, -1 minus 6 is -7 plus K ഇൻറ്റു 1 plus 3 is 4. This is equal to -I plus 7J plus 4K. ഇതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഏത് പോയിന്റും എടുക്കാം. -1 7 4 എന്ന് പറയുന്ന ഈ 3 നമ്പേഴ്സിന്, ഇതാണ് ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ്, അതിന് പ്രൊപ്പോർഷണൽ ആയ ഏത് പോയിന്റ്സും ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എടുക്കാം. മൾട്ടിപ്പിൾ ആൻസേഴ്സ് പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതൊരു സിംഗിൾ കറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരു ഓപ്ഷൻ മാത്രമേ ഇങ്ങനെ കറക്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നോക്കിയാൽ കാണാം -1 7 4. അപ്പോൾ കുട്ടികൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്തൊരു ഡൗട്ട്, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ DRS നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ DRSന് പ്രൊപ്പോർഷണൽ ആയ പോയിന്റുകളൊക്കെ ലൈനിൽ ഉണ്ടാവുന്നതാണ്. അങ്ങനെ നിർബന്ധമില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ വരുന്നതിന്റെ റീസൺ ദ സ്ട്രെയിറ്റ് ലൈൻ ഈസ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. അവിടെ R1 വെക്ടർ 0 ആണ്, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നടന്നത്. സോ ലെറ്റ് us opt option number 1 and that's all about question number 13.